ഹലോ. അപ്പോൾ ഇന്ന് ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞിട്ടുള്ള ദിവസമാണ്. അതായത് ഇന്നലെ ആയിരുന്നു പൊങ്കാല. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ എല്ലാ വർഷവും പോകാറുണ്ട്. അപ്പം ഞങ്ങൾ ആലപ്പുഴയാണ്. പിന്നെ ഈ ഒരു പൊങ്കാല നടക്കുന്നത് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട്. കുറേ ദൂരമുണ്ട്. അപ്പം കുറേ നാളായിട്ട് ഞാനും പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതുവരെയായിട്ടും പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്നാണെങ്കിൽ ട്രാവലറൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ വർഷവും ട്രാവലുണ്ട്. അപ്പോൾ അതിലാണ് അമ്മയൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് പേരുണ്ട് പോകാനായിട്ട്. അപ്പം അങ്ങനെ പൊങ്കാലയ്ക്ക് മുമ്പത്തെ ദിവസം 2 ദിവസം മുൻപ് തന്നെ പോകാറുണ്ട്. അപ്പോൾ ഇവിടുന്ന് രാത്രി, അതായത് ഇന്നാണ് പൊങ്കാല നടക്കുന്നതെങ്കിൽ മിനിഞ്ഞാന്ന്, അതായത് തലേൻ്റെ തലേ ദിവസം തന്നെ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. ഒരു 10, 12 മണിയായപ്പോൾ ഇറങ്ങി. കാരണം അവിടെ നല്ല തിരക്കായിരിക്കുമല്ലോ. താമസിച്ചാൽ വണ്ടിയൊന്നും കയറാനൊന്നും പറ്റില്ല. ഫുൾ ബ്ലോക്ക് ആയിരിക്കും. തൊഴാനൊന്നും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ദിവസം ഒരു അമ്പലത്തിലൊക്കെ പോയി തൊഴുതിട്ടൊക്കെയാണ് പിന്നെ അതിൻ്റെ അടുത്ത ദിവസമാണ് പൊങ്കാല ഇടുന്നത്. അപ്പോൾ അവിടെ പൊങ്കാല ഇട്ടിട്ടുള്ള പ്രസാദമൊക്കെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ദൂരെ ആയതുകൊണ്ട് തന്നെ ഇപ്പം 12 മണി, ഇന്നലെ ഒരു രാത്രിയിൽ ഒരു 12 മണി 1 മണിയായി വീട്ടിലെത്തിയപ്പോഴത്തേക്കും. അപ്പം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണയൊക്കെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ ഇപ്രാവശ്യം 12 മണിയോളം 1 മണിയായി വീട്ടിലെത്തിയപ്പോഴത്തേക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പൊങ്കാലയുടെ പ്രസാദമൊക്കെ നമ്മൾ എടുത്തിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കുമായിരുന്നു. അപ്പം രാവിലെ അതൊന്ന് എടുത്ത് ചൂടാക്കി കഴിക്കുവാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു പ്രസാദമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്പലത്തിലെ ഈ ഒരു എന്താ പൊങ്കാലച്ചോറൊക്കെ വലിയ ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ തിരളി ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ പുട്ടൊന്നും ആർക്കും കഴിക്കാൻ പറ്റില്ല. ഇതൊക്കെ കുറച്ച് ഇതാണെങ്കിൽ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും വയറൊക്കെ ഫുള്ളാകും. പിന്നെ അമ്മ ദാണ്ടേ നമ്മുടെ പ്രസാദം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം അമ്പലത്തിൽ പോകാൻ പറ്റാത്ത നമ്മുടെ അയൽപ്പക്കത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഉണ്ണിയപ്പം ഉണ്ട് കേട്ടോ. ഇത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയതാണ്. അതും കൂടി നമ്മൾ പാക്ക് ചെയ്ത് നമ്മുടെ അയലത്തുള്ള ആൾക്കാർക്കൊക്കെ, പോകാൻ പറ്റാത്തവർക്കൊക്കെ കൊടുക്കണം. അവർക്കൊക്കെ വലിയ ഇഷ്ടമാണ്, വലിയ കാര്യമാണ്. അമ്പലത്തിലെ പ്രസാദമല്ലേ. അപ്പം അതായത് നമ്മൾ നിവേദിച്ച് ദേവിക്ക് വേണ്ടിയിട്ട് നിവേദ്യമാണ്. അപ്പം എല്ലാവർക്കും കിട്ടുമ്പോഴത്തേക്കും ഒരു സന്തോഷമാണ്. ഇന്ന് നമ്മുടെ പൊന്നൂൻ്റെ കലാപരിപാടികളാണ്. കുറച്ച് ദിവസമായിട്ട് ആൾക്ക് ഫുഡൊക്കെ കഴിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. കഴിപ്പൊക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ നല്ലതായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. ഛർദിലും വയറിളക്കും അങ്ങനെ ആകെപ്പാടെ പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ ഇന്ന് കുറച്ച് ആക്റ്റീവായിട്ടുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ അകത്തൊക്കെ ഇങ്ങനെ കിടന്ന് കളിക്കുവാണ്. പിന്നെ നമ്മുടെ അന്നക്കുട്ടി സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. ഇന്നും കൂടിയേ ഉള്ളൂ ക്ലാസ്. കളർ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് പോയത്. ഇപ്പോൾ സ്റ്റഡി ലീവാണ്. ഇനിയിപ്പോൾ നാളെ തൊട്ട് സ്റ്റഡി ലീവ് തുടങ്ങുവാണ്. എക്സാം തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു മൺഡേ ആണെന്ന് തോന്നുന്നു. 8-ാം തീയതിയാണ് എക്സാം തുടങ്ങുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ടുള്ള സ്റ്റഡി ലീവ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വാവയൊക്കെ അകത്ത് കിടന്ന് കളിച്ചിട്ട് ഇനിയിപ്പം പുറത്തൊക്കെ ഒന്ന് പോയിരിക്കുകയാണ്. അപ്പം ഈ ആൾക്ക് ഇങ്ങനെ പുറത്തൊക്കെ പോയിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ മെറ്റിലാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നത് വലിയ ഇഷ്ടമാണ്. ഇതിലിരുന്ന് കളിച്ചോളും, കുറേ നേരം ഇരുന്ന് കളിച്ചോളും. പക്ഷേ ഞാൻ അങ്ങനെ അധികം ഇരുത്താറില്ല. കാരണം ഇതിനകത്തുനിന്ന് ഒരെണ്ണം പെറുക്കി വായിലിട്ടാലും അറിയാൻ പറ്റത്തില്ല. പിന്നെ നിറച്ച് അഴുക്കുണ്ട്. മെറ്റിലല്ലേ, മുറ്റത്ത് കിടക്കുന്ന സാധനമല്ലേ. അപ്പോൾ ഇതിലൊക്കെ അഴുക്കുണ്ട്. എന്തെങ്കിലും ഉള്ളിലായിട്ട് എന്തെങ്കിലും പ്രാണികളും എന്തെങ്കിലുമൊക്കെ ഇരുന്നാലും നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ അതിനകത്ത് ഇരുത്താറില്ല. പിന്നെ നമ്മുടെ മാവിലൊക്കെ അത് മാങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലുതായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന്, എനിക്ക് തോന്നുന്നത് വിളഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി ഇത് പഴുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിങ്ങിലാണ്. നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇന്നലെ കിട്ടിയതാണ്. അത് വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ സവാളയും തക്കാളിയും പിന്നെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുവാണേ. വെളുത്തുള്ളിയും കൂടി ഇട്ടാൽ നല്ലതാണ്. പിന്നെ ഞാനതൊന്നും ഇട്ടിട്ടില്ല. ഇത് ഞാൻ എൻ്റേതായ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കൊഞ്ച് റോസ്റ്റ് ആയതുകൊണ്ട് എങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ എനിക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്, അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാറില്ല. മിക്കവാറും എവിടെ കയറിയാലും കഴിക്കുന്ന ആ ഒരു കൊഞ്ച് റോസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെടാറില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതൊക്കെ അത്ര ഫ്രഷ് ആയിട്ടുള്ളതൊന്നും ആയിരിക്കത്തില്ല കിട്ടുന്നത്. അത് അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ളത് വെച്ച് ഉണ്ടാക്കാത്തത് കൊണ്ടായിരിക്കും അത്ര ടേസ്റ്റ് നമുക്ക് തോന്നാത്തത്. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോഴത്തേക്ക് തക്കാളി ഒഴുകി എല്ലാം കൂടി ഒന്ന് ചേർത്തിട്ട് വഴറ്റിയെടുത്തിട്ട് പിന്നീടാണ് തക്കാളിയും കൊഞ്ചും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർക്കുന്നത്. ഞാനത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കുക്കൊന്നുമല്ല. പക്ഷേ ചില സാധനങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് വരാറുണ്ട്. അക്കൂട്ടത്തിൽ പെടുന്നതാണ് കേട്ടോ എൻ്റെ ഈ ഒരു കൊഞ്ച് റോസ്റ്റും. അപ്പോൾ ഇന്നത്തെ ലഞ്ചിനുള്ള കറികൾ നമ്മുടെ കൊഞ്ച് റോസ്റ്റും പിന്നെ ഒരു ഓംപ്ലേറ്റും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചമോരും ആയിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ഒരുപാട് കറികളൊന്നും ഉണ്ടാവാറില്ല വീട്ടിൽ. എപ്പോഴും ചെറിയ കുറച്ച് കുറച്ച് കറികളൊക്കെ ഉണ്ടാവാറുള്ളൂ. പിന്നെ വല്ലപ്പോഴും ഒക്കെ ആയിരിക്കും കൂടുതലൊക്കെ കറികളൊക്കെ ഉണ്ടാക്കുന്നത്.
പിന്നെ ഇതിൽ വെള്ളമൊക്കെ പറ്റാറാകുമ്പോഴത്തേക്കായിരിക്കും കേട്ടോ ഞാൻ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി, പെരുംജീരകം, മഞ്ഞൾപ്പൊടി അതൊക്കെ തന്നെയാണ് കേട്ടോ. പൊടി നമ്മൾ ഓൾറെഡി ആദ്യമേ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി ഇത്രയും പൊടികളാണ് ഇപ്പം ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത്. പിന്നെ ഒന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരം അടച്ചു വെക്കും. പിന്നീട് ഇതിൻ്റെ വെള്ളം പറ്റുന്നത് വരെ ഇങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കും. അത് വെള്ളം പറ്റി ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡിയാവും. അങ്ങനെ റോസ്റ്റൊക്കെ റെഡിയായി. പിന്നെ ഒരു ഓംപ്ലേറ്റും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും റെഡിയായി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുഞ്ഞൊരു ഷോപ്പിങ്ങും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തിരുപ്പതി പോകാനായിട്ടൊരു പ്ലാൻ ഉണ്ട്. അപ്പം നെക്സ്റ്റ് വീക്കായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. വാവയുടെ മുടി ഒന്ന് കളയണം. കാരണം ഒരുപാട് വളർന്നിട്ട് ഇപ്പോൾ കണ്ണിലോട്ടൊക്കെ കിടക്കുവാണ്. സ്ലൈഡൊക്കെ കുത്തി കൊടുത്താലും ഇപ്പം മുടിയൊക്കെ കെട്ടിയൊക്കെ വെച്ച് കൊടുത്താൽ തന്നെ ആൾ എടുത്ത് കളയും. ഇപ്പം വീണ്ടും കണ്ണിലോട്ട് ഇങ്ങനെ മുടിയൊക്കെ വന്ന് കിടന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ കണ്ണൊക്കെ ചുമന്നൊക്കെ കിടക്കാറുണ്ട്. അപ്പം നമുക്കൊരു നേർച്ചയുണ്ടായിരുന്നു അവിടെ പോയിട്ട് മുടി കളയാമെന്നൊക്കെ ഉള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അടുത്ത ആഴ്ച പോവാണ്. അപ്പം കുറച്ച് ഡ്രസ്സുകളൊക്കെ അന്നക്കുട്ടിക്ക് 1-2 എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഒക്കെ കുഞ്ഞുവാവയ്ക്ക് വേണ്ടിയാണ് എടുത്തിരിക്കുന്നത്. കാരണം അവളുടെ ഡ്രസ്സുകളൊക്കെ പെട്ടെന്നാണ് ചെറുതാവുന്നത്. ആൾ വലുതായിക്കൊണ്ടിരിക്കുകയല്ലേ. പിന്നാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അഴുക്കാവുകയും ചെയ്യും. ഈ കുറുക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് വീണിട്ട് പെട്ടെന്ന് അഴുക്കാവുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ.